കേരള രാഷ്ട്രീയവും കേരള സമൂഹവും അറപ്പോടും വെറുപ്പോടും ഉച്ചരിക്കേണ്ട പേരാണ് പി ദിവ്യ എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരിക്കെ ഈ CPMന്റെ വനിതാ നേതാവ് തനിക്ക് ക്ഷണമില്ലാത്ത ഒരു യാത്രയയപ്പ് സമ്മേളനത്തിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ADM ആയിരുന്ന നവീൻ ബാബുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് സമ്മേളനത്തിൽ വെച്ച് ഏറ്റവും അവഹേളനപരമായ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു. പ്രസംഗം നടത്തിയെന്ന് മാത്രമല്ല, തനിക്കൊപ്പമുണ്ടായിരുന്ന വീഡിയോഗ്രാഫറെ കൊണ്ട് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യിച്ച് കേരളമെമ്പാടുമുള്ള CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ വഴി ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിൽ മനംതൊന്നാണ് സത്യസന്ധനായ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ മറ്റ് ഗത്യന്തരമില്ലാതെ ജീവനൊടുക്കിയത്. ഏതൊക്കെയാണെങ്കിലും ഇതിൻ്റെ പേരിൽ കേരള സമൂഹത്തിൽ നിന്നും കോടതിയിൽ നിന്നും വലിയ വിമർശനങ്ങൾ സർക്കാരിന് നേരെ ഉയർന്നു വന്നതോടെ പി ദിവ്യയെ പാർട്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പി ദിവ്യ ജയിൽ മോചിതയായപ്പോൾ സ്വീകരിക്കാനെത്തി മാലയിട്ടത് ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെ ഭാര്യയായ PK ശ്യാമളയാണ്. ഈ പി ദിവ്യ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്ന് നമ്മൾ നടത്തുന്നത് പോലെയുള്ള ചില പ്രയോഗങ്ങളാണ് ഫേസ്ബുക്കിലൂടെ നടത്തുന്നത്. ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചു എന്നതിൻ്റെ പേരിൽ നടിമാരായ സീമാജി നായർക്കും അനുശ്രീക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. ഇതിനെതിരെയാണ് വ്യാപക വിമർശനം ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിമർശനങ്ങളെ CPM വനിതാ നേതാവിന് നേരെയുള്ള സൈബർ അറ്റാക്ക് എന്ന രീതിയിൽ വഴിതിരിച്ചു വിടുവാനും ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. പി ദിവ്യയുടേതുപോലെ തന്നെ രാഷ്ട്രീയമായ നിലപാട് കൈക്കൊള്ളുവാനും സാമൂഹ്യമായ നിലപാട് കൈക്കൊള്ളുവാനും അർഹതയുള്ളവരാണ് സീമാജി നായരും അനുശ്രീയും. അനുശ്രീയുടെ രാഷ്ട്രീയം RSSനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണെന്ന് കേരളം പലവട്ടം കണ്ടിട്ടുള്ളതാണ്. സീമാജി നായർക്ക് വ്യക്തമായ രാഷ്ട്രീയമൊന്നും ഇല്ല താനും. എന്നിരുന്നാലും ആദ്യഘട്ടം മുതൽ ഈ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോഴെല്ലാം രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സീമാജി നായർ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ നിലപാടിലെ വ്യക്തത എന്ന് പറയുന്നത് രാഹുലിനെതിരെ ഒരു പരാതിയോ പരാതിക്കാരിയോ ഇല്ല എന്ന സാഹചര്യം മൂലം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ടും കോൺഗ്രസ് ഓഫീസുകളിൽ പീഡകരെ സൃഷ്ടിക്കുവാൻ കുടപിടിക്കുന്നവരാണ് സീമാജി നായരും അനുശ്രീയും എന്ന നിലപാടാണ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പി ദിവ്യ ലോകത്തോട് പങ്കുവച്ചത്. എന്താണെങ്കിലും ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ആ പോസ്റ്റിൻ്റെ തന്നെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 4000-ലധികം കമൻറ്റുകളാണ് പി ദിവ്യക്കെതിരെ ഈ പോസ്റ്റിൽ ഉയർന്നു വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ സ്ത്രീയുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് CPMന്റെ ഇരട്ടത്താപ്പിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇതിനേക്കാളൊക്കെ കൗതുകകരം ആ പോസ്റ്റ് പങ്കിട്ടതിന് പിന്നാലെ അവർ പങ്കിട്ട മറ്റൊരു പോസ്റ്റാണ്. 2 യുവാക്കളുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സഖാക്കളെ സധൈര്യം മുന്നോട്ട് എന്ന പോസ്റ്റാണ് രാഹുലിനെ അനുകൂലിച്ചു എന്നതിൻ്റെ പേരിൽ സീമാജി നായരെയും അനുശ്രീയെയും വിമർശിച്ചതിന് പിന്നാലെ പി ദിവ്യ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ളത്. ആരാണ് ഈ വീഡിയോയിലുള്ള യുവാക്കൾ എന്ന അന്വേഷണമാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. കണ്ണൂരിലുള്ള 2 CPM പ്രാദേശിക നേതാക്കളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന യുവാക്കൾ. അവരുടെ പേരുകൾ CV നന്ദകുമാർ, VK നിഷാദ് എന്നിങ്ങനെയാണ്. ഇതിൽ VK നിഷാദ് പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിൽ അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥിയാണെന്നും നാം മനസ്സിലാക്കണം. ഇനി എന്തുകൊണ്ടാണ് ദിവ്യ ഇവരുടെ ചിത്രം സഹിതം പോസ്റ്റ് പങ്കുവച്ചത് എന്നതാണ് ഏറെ കൗതുകകരം. പോലീസിനെ ബോംബെറിഞ്ഞ് ആക്രമിച്ച കേസിൽ പ്രതികളാണ് ഇവർ 2 പേരും. ഇവർ ഈ കേസിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ കോടതി ഇവർക്ക് 20 വർഷം തടവു ശിക്ഷയും 2.5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ഇതിന് പിന്നാലെ തന്നെ ഇവരെ ജാമ്യം പോലും അനുവദിക്കാതെ ജയിലിലേക്ക് മാറ്റുകയും ഉണ്ടായി. ഇത്തരത്തിൽ പോലീസിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചവർ പി ദിവ്യയ്ക്ക് ധീരന്മാരാണ്, വീരന്മാരാണ്, സധൈര്യം മുന്നോട്ട് പോകേണ്ടവരാണ്. അതേസമയം തന്നെയാണ് ഒരു മുഖമില്ലാത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന വിവാദങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടു എന്നതിൻ്റെ പേരിലും രാഹുൽ മാങ്കൂട്ടത്തെ സമൂഹ മാധ്യമത്തിൽ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റിട്ടു എന്നതിൻ്റെ പേരിലും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന, തൊഴിലെടുത്ത് ജീവിക്കുന്ന 2 സ്ത്രീകളെ പി ദിവ്യ അധിക്ഷേപിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നാം പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് തൊട്ടു പിന്നാലെ പി ദിവ്യയും ഭർത്താവിൻ്റെ ബിനാമിയും ചേർന്ന് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളുടെയും ക്രമക്കേടുകളുടെയും തെളിവുകളും പൊതുമധ്യത്തിൽ പുറത്തു വന്നിരുന്നു. എന്നിരുന്നാലും കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ ഈ കേസുകൾ അന്വേഷണ വിധേയമായില്ല എന്ന് മാത്രമല്ല, അന്വേഷണ വിധേയമായ കേസുകൾ പോലും തേഞ്ഞു മാഞ്ഞു പോകുന്ന നിലയിലാണ്.
ഇത്തരത്തിൽ എല്ലാ ക്രമക്കേടുകളും വൃത്തികേടുകളും കാണിച്ചു കൂട്ടുകയും ജീവിതത്തിൽ ഒരു തൊഴിലും എടുക്കാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രം അഴിമതി കാണിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്ത പി ദിവ്യ പാർട്ടി നേതാക്കളായ പാർട്ടി സഖാക്കളായ കൊലപാതക ശ്രമം നടത്തിയവരെ ന്യായീകരിക്കുകയും സമൂഹത്തിൽ മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളെ അവരുടെ ചില നിലപാടുകളുടെ പേരിൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചിലരുടെ ചാരിത്ര പ്രസംഗം എന്നതിനോട് ഉപമിക്കാവുന്നത്. കൃത്യമായി പറഞ്ഞാൽ വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്ന മലയാള പഴഞ്ചൊല്ലിനോട് ഈ നിലപാടിനെ ഉപമിക്കുവാൻ കഴിയുന്നതാണ്. ഇത്രയൊക്കെ വൃത്തികേടുകൾ കാണിച്ചിട്ടും പി ദിവ്യയെ CPM ചേർത്ത് പിടിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇത്തവണ പി ദിവ്യയെ ജില്ലാ പഞ്ചായത്തിലേക്ക് CPM മത്സരിപ്പിക്കാതിരുന്നത് അവരുടെ മാതൃകായോഗ്യമായ ഒരു നടപടിയായി പലരും വാഴ്ത്തിപ്പാടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതല്ല കാര്യം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഉറച്ച കോട്ടയിൽ പി ദിവ്യയെ സ്ഥാനാർത്ഥിയാക്കുവാൻ തന്നെയാണ് പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും നേതൃത്വത്തിലുള്ള CPM ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ എന്ത് വൃത്തികേട് കാണിച്ചാലും പാർട്ടി സംരക്ഷിക്കുമെന്ന നിലപാട് തന്നെയാണ് CPM ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത്. അവർക്കുള്ളത് അമിത ആത്മവിശ്വാസമാണ്. ബംഗാളിലേതുപോലെ കേരള ജനതയെയും അടിച്ചമർത്തി ഭരിക്കാമെന്ന ഫാസിസ്റ്റ് ശൈലിയിലാണ് ഈ പാർട്ടിയുടെ മുന്നോട്ട് പോക്ക്. മറ്റൊരു കാര്യം കൂടി ഇവിടെ നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പാർട്ടി ഈ ലൈംഗിക അപവാദ ആരോപണങ്ങളുടെ പേരിൽ കടുത്ത അച്ചടക്ക നടപടികൾ കൊടുത്തുകൊണ്ടാണ് നേരിട്ടത്. അതായത് അയാളുടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജി ചോദിച്ചു വാങ്ങി, അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, അയാളെ UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഔപചാരികമായി സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും എല്ലാം നടപടികൾ കോൺഗ്രസ് സ്വീകരിക്കുമ്പോഴും ഇതുപോരാ, കോൺഗ്രസ് മാങ്കൂട്ടത്തെ സംരക്ഷിക്കുകയാണ് എന്ന നിലപാടുമായിട്ടാണ് CPM തെരുവിലിറങ്ങുന്നതെന്ന് രാഷ്ട്രീയം പറയുന്നു. എന്നാൽ മറുഭാഗത്ത് CPMന്റെ പാളയത്തിൽ നാം കാണുന്ന കാഴ്ച എന്താണ്? ഇവിടെ CPMന്റെ നോമിനിയായിട്ടുള്ള CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ CPMനെ പ്രതിനിധീകരിച്ച് മുൻപ് MLA ആയിരുന്ന പത്മകുമാർ എന്ന നേതാവ് ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണക്കട്ടിള അടിച്ചുമാറ്റി വിറ്റു എന്നതിൻ്റെ പേരിൽ CPMന്റെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് നടത്തുന്ന അന്വേഷണത്തിൽ ഇന്ന് ജയിൽവാസം അനുഷ്ഠിക്കുകയാണ്. അയാളോടൊപ്പം CPMന്റെ നോമിനിയായ മറ്റൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുവും ഇപ്പോൾ ജയിലിലാണ്. എന്നാൽ ഈ രണ്ട് നേതാക്കൾക്കുമെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുവാൻ CPM തയ്യാറായിട്ടില്ല. പത്മകുമാറിനെ പുറത്താക്കാത്തത് എന്ത് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞ മറുപടിയാണ് ഏറെ കൗതുകകരം. കോടതിയിൽ ഇപ്പോൾ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ശിക്ഷ സ്വീകരിക്കേണ്ട കാര്യമുള്ളൂ. അതുവരെയും അയാളെ പുറത്താക്കില്ല എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ അയ്യപ്പന്റെ സ്വർണം കട്ടവനെയെല്ലാം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന CPM ആണ് സസ്പെൻഷനിലായ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് സംരക്ഷിക്കുന്നു എന്ന ആരോപണവുമായി തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനായി അവർക്ക് കുടപിടിക്കുന്ന മാധ്യമങ്ങളുമുണ്ട്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളോടും മാങ്കൂട്ടത്തോടും ചോദിക്കുന്ന ആർജവത്തോടുകൂടി MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയോടോ CPMന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോടോ എന്തുകൊണ്ട് പത്മകുമാർ എന്ന അയ്യപ്പന്റെ സ്വർണം കട്ട കള്ളനെ നിങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് ചോദിക്കുവാനുള്ള നട്ടല് ഈ മാധ്യമപ്രവർത്തകർക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്നതും വസ്തുതയാണ്. ഏതൊക്കെയാണെങ്കിലും ഇത്രയും കൗതുകകരമായ കാഴ്ചകളാണ് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് CPM സ്പോൺസർഷിപ്പിൽ നടക്കുന്നത്. ഇത് ജനങ്ങളുടെ സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കുന്ന കാഴ്ചകളാണ്. പി ദിവ്യയെ പോലുള്ള നേതാക്കളെ ചാരിത്ര പ്രസംഗം നടത്തി മഹത്വവൽക്കരിക്കുവാൻ ശ്രമിക്കുന്ന CPMന്റെ അധപ്പതിച്ച രാഷ്ട്രീയ ശൈലിയെക്കുറിച്ച് കേരള സമൂഹം തിരിച്ചറിയേണ്ടെന്ന ഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം വിനിയോഗിക്കുന്ന ജനങ്ങൾ വിഡ്ഢികളാകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വസ്തുതകൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.